തമിഴിൽ വന്ന് എനിക്ക് ഫസ്റ്റ് ഹീറോയിൻ കിട്ടിയിട്ടില്ല, സെക്കൻഡ് ഹീറോയിനെ കിട്ടിയിട്ടുള്ളൂ. മലയാളത്തിൽ അങ്ങനെയല്ല, മെയിനായിട്ടുള്ള കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരാഗ്രഹം തോന്നിക്കത്തുള്ളൂ. അവിടെ നല്ല മെയിൻ റോൾ കിട്ടുമ്പോൾ നമ്മൾ വന്ന് ഇവിടെ സെക്കൻഡ് അതുമല്ല ശിവാജി ഗണേശനൊക്കെ ഉള്ള പടമാണെങ്കിൽ അവരുടെ കാൾ ഷീറ്റ് അനുസരിച്ച് വേണം നമുക്ക് ആക്ട് ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ പടത്തിൽ ചാൻസ് പോകും. ഇവരെപ്പോൾ വിളിക്കുന്ന അപ്പോഴൊക്കെ നമ്മൾ വരണം. ചിലപ്പോൾ അവിടെ ആ സമയത്തായിരിക്കും ഷൂട്ടിങ്. അതുകൊണ്ട് അങ്ങനെ കുറേ പടങ്ങൾ പോയി. പിന്നെ സ്ഥിരമായിട്ട് അവിടെ ചാൻസ് കിട്ടുന്നുണ്ട്. അവിടെ തന്നെ അങ്ങ് നിന്ന് എല്ലാ പടത്തിലും വർഷം ഒരു 4 പടമെങ്കിലും അവരെടുക്കും. അതിലൊക്കെ ചാൻസ് കിട്ടും. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട വേഷം ഒന്ന് കലയും കാമിനിയും, പിന്നെ കാട്ടുമീന. മെയിൻ ഹീറോയിനായിട്ടുള്ള റോളാണ് എനിക്ക് തന്നത് കാട്ടുമീനല്ലേ. അതിൽ ഫൈറ്റുമൊക്കെ പുലിയുടെ കൂട്ടത്തിലൊക്കെ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പടവും നല്ല കുറേ നാളോടി. സിനിമയിൽ തിരക്ക് കുറഞ്ഞപ്പോഴും അഭിനയമോഹവുമായി സീരിയലുകൾക്ക് പിന്നാലെ പോയിട്ടില്ല ശാന്തി. തേടി വന്ന കഥാപാത്രങ്ങളിൽ തനിക്ക് തിളക്കമുള്ള വേഷങ്ങളെ മാത്രം സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഇവർ. സീരിയലിലൊക്കെ പോയാൽ നമ്മൾ ഒരുപാട് പോയി വെയിറ്റ് ചെയ്യണം. അവിടെ പോയി ഇപ്പം നമ്മൾ മെയിനായിട്ടൊക്കെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ പോയി നിന്നാൽ മതി അവിടെ. അല്ലാത്ത സമയത്ത് മേക്കപ്പ് ഇവിടെ സീരിയലൊക്കെ പോയിട്ടുണ്ടാണെങ്കിൽ നമ്മളവിടെ സ്ഥിരം അവിടെ തന്നെ ഇരിക്കണം. ആ സീരിയൽ തീരുന്നത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് അയക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ വലിയ ഇതില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നെക്കൊണ്ട് സാധിക്കത്തില്ലായിരുന്നു അങ്ങനെ ഇരിക്കാനായിട്ട്. പിന്നെ നല്ല എന്തെങ്കിലും സീരിയൽ നല്ല മെയിനായിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. മലയാളം എന്നും ആദരിക്കുന്ന പ്രസിദ്ധ നർത്തകൻ ഗുരു ഗോപിനാഥിന്റെ ശിഷ്യകളിൽ ഒരാളാണ് ശാന്തി. അഭ്രപാളികളിൽ വിസ്മയമെഴുതിയ ഈ അഭിനേത്രി നൃത്ത അരങ്ങുകളിൽ അതിനും എത്രയോ വിസ്മയം എഴുതിയിരിക്കുന്നു. എത്രയോ ആയിരങ്ങളുടെ സ്നേഹാദരങ്ങൾ നേടിയിരിക്കുന്നു. ആദ്യം ഞാൻ ഗുരു ഗോപിനാഥിൻ്റെ കൂടെ 4 വർഷം ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചെറിയ ട്രൂപ്പ് പോലെ നടത്തി. ഗോപാലകൃഷ്ണൻ പണ്ടൊരു ഡാൻസ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഉദയശങ്കർ ട്രൂപ്പിൽ ചേർന്നത്. അവർ പിന്നെ എല്ലാം ടൂറല്ലേ, ബോംബെ, ഡൽഹി, കൽക്കട്ട അവിടെയൊക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അമേരിക്ക, ലണ്ടനിലൊക്കെ പോയിട്ട് അവർ ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് അച്ഛനത് ഇഷ്ടമില്ലായിരുന്നു. ഫോറിനിലൊക്കെ പോകുന്നത് വിട്ടിട്ട് നിൽക്കുക അച്ഛനൊരു പേടി. അവിടെയൊക്കെ പോകണ്ട, മോളെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക, അതുകൊണ്ട് മോളെ ഇങ്ങോട്ട് അയച്ചേക്കാൻ പറഞ്ഞു അവർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അവരെന്നെ കൊണ്ടുപോയില്ല. അവരൊക്കെ പോയി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിച്ച്. ഇന്ത്യക്ക് പുറത്ത് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ, ബോംബെ, ഡൽഹി, കൽക്കട്ട അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൽക്കട്ടയിൽ വെച്ച് നെഹ്റു ഉണ്ടായിരുന്നു. കാണാൻ വന്നപ്പോൾ സ്റ്റേജിൽ വന്ന് രാമലീല ഞാനെല്ലാവരും ചെയ്ത. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബൊക്കെയെല്ലാം തന്ന് എനിക്ക് വളരെ നെഹ്റുവിൻ്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ എന്ന് വെച്ചുകൊണ്ട്. പിന്നെ റഷ്യൻ മന്ത്രി ബുൾഗാണിയൻ ക്രൂഷ്ചേവ് ഇവരൊക്കെ ആയിട്ടൊക്കെ ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്റ്റേജിൽ വന്ന് ഞങ്ങളെ വിളിച്ച് മാലയൊക്കെ തന്ന് വളരെ നന്നായിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട്. പിന്നെ ഇതുപോലെ അവരുടെ കൂടെയൊക്കെ നിന്ന് കിട്ടുന്ന നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒന്നിച്ച്. ഒരു അഭിനേത്രി എന്ന നിലയിൽ കരിയറിന്റെ തിളക്കകാലത്താണ് ശാന്തിയുടെ വിവാഹം. കുടുംബിനിയുടെ ജീവിതവേഷം കെട്ടിയതോടെ സിനിമയിൽ നിന്ന് അകലം പാലിക്കുകയാണ് ഇവർ ചെയ്തത്. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുന്ന ഒരു ഭാര്യയായിരിക്കാനാണ് ശാന്തി ആഗ്രഹിച്ചിരുന്നത്. പ്രണയവിവാഹം നല്ലായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ കല്യാണാലോചന വന്നിട്ടുണ്ട്, ചെയ്യണം എന്നുവെച്ചാൽ പ്രായം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ശരി അവരങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചെയ്തു. പിന്നെ പുള്ളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സിനിമയിൽ ആക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഞാൻ കഴിച്ചു. ശശികുമാർ ട്രിവാൻഡ്രത്തുള്ളവരാണ്. ഇവിടെ തന്നെ അറ്റാച്ച് തന്നെ ബിസിനസ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു സിനിമയിൽ ആക്ട് ചെയ്യണമെന്നുള്ളത്. പിന്നെ നല്ല റോളൊക്കെ കിട്ടുവാണെങ്കിൽ പോകണമെന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടൊക്കെ അനുസരിച്ച് വേണ്ട പോകാനായിട്ട്. ഫാമിലി എന്ന് വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. അച്ഛനമ്മയും വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ആക്ട് ചെയ്യുകയോ വരുമൊക്കെ ചെയ്യാം. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്ന പോലെയൊക്കെ അല്ലേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഈ വീട്ടിൽ അമ്മയായി, അമ്മുമ്മയായി ഒരുപാട് സന്തോഷങ്ങൾക്ക് നടുവിലാണ് ശാന്തിയുടെ ജീവിതം. ഇവർക്കൊപ്പം ചേരുമ്പോൾ
സിനിമയോ അഭിനയമോ ഒന്നും ഈ അമ്മയുടെ മനസ്സിലില്ല. ഇവരുടെ ലോകത്ത് ഇവരുടെ ആഹ്ലാദങ്ങളിൽ പങ്കുചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശാന്തിക്ക് ഇഷ്ടമോ. എനിക്കുള്ളത് ഒരു മോനാണ്. ആ മോന് ഭാര്യ ഷീല. ഷീലയുടെ മോനാണ്, കൊച്ചുമോനാണ് അച്ചു. ഇപ്പോൾ ഇവനാണ് എൻ്റെ കൂടത്ത് എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് വർത്തമാനം പറഞ്ഞും കളിച്ചുമൊക്കെ അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധേയമായിരുന്നു ശാന്തിയുടെ അഭിനയ ജീവിതം. മികച്ച കുറേ കഥാപാത്രങ്ങളിലൂടെ പേരും പ്രശസ്തിയും നേടാൻ ഇവർക്കായി. സിനിമ നൽകിയ നല്ലതെല്ലാം ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഇവർ. നാടുവിട്ട് മറുനാട്ടിൽ ജീവിക്കുന്ന ഈ കാലത്തും സ്വന്തം ബന്ധുജനങ്ങളെക്കുറിച്ച് ഓർക്കുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സമ്പാദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ സമ്പാദിച്ചിട്ടുമില്ല, സമ്പാദിക്കാതെ ഇരുന്നിട്ടുമില്ല. ആവശ്യത്തിനുള്ളതൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇത്ര ഒന്നും എമൗണ്ടൊന്നും കൊടുക്കത്തില്ലല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളായിരുന്നു. ഇപ്പോഴെല്ലാം സിനിമയിലൊക്കെ ഒരുപാട് പേര് ആക്ടിങ്ങിനും വന്നിട്ടില്ല. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അധികം പേര് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴൊക്കെ പിന്നെ എല്ലാവരും സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമൊന്നും ആക്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. പണ്ട് സിനിമയ്ക്കൊന്നും ആരും അധികം വരത്തില്ല. ഷീലയായിരുന്നു. ഷീലയുടെ കുറിച്ച് കുറേ പടത്തിൽ ഞാനും ഷീലയും മെറിലാൻഡിലെ പടങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരുണ്ട്. കാട്ടുമീന, കാട്ടുമല്ലിക, കലയും കാമിനിയിലൊക്കെ അവളും ഉണ്ട്, ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവളുമായിട്ട് ഞാൻ അവിടെ താമസിക്കുമ്പോൾ എൻ്റെ അടുത്ത റൂമിൽ അവളാണ് താമസിക്കുന്നത്. അങ്ങനെ ഷീലയായിട്ട് നല്ല പരിചയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. പിന്നെ അവളും വിളിക്കും അങ്ങോട്ട്. ചിലപ്പോൾ ഞാൻ പോകും, ചിലപ്പോൾ പോകത്തില്ല. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. സ്വന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടിട്ട് വരുമെന്നല്ലാതെ. സിസ്റ്റർ കടാമംഗലം സഹോദരൻ്റെ ഭാര്യ എൻ്റെ സിസ്റ്ററാണ്. ആലുവയിലാണ് താമസിക്കുന്നത്. അവളെ ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോവും, വരുമൊക്കെ ചെയ്യും. വേറെ അങ്ങനെ ആരുമില്ല. ഒരു അഭിനേത്രിക്കും ഒരു കാലത്തും തന്നിലെ അഭിനയവാസന പൂട്ടിവെക്കാനാവുമെന്ന് തോന്നുന്നില്ല. അവസരങ്ങൾ അന്വേഷിച്ച് ആരുടെയും പിന്നാലെ നടക്കുന്നില്ലെങ്കിലും ശാന്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അഭിനയദാഹമുണ്ട്. തൻ്റെ പ്രായത്തിനു പറ്റിയ തനിക്കിണക്കമുള്ള വേഷങ്ങൾ അണിയാനാണ് ഈ കലാകാരി ആഗ്രഹിക്കുന്നത്.